മലയാളികളായ 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് ഏഴാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ലോകരാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്ന അംബേദ്കർ എഴുതിയുണ്ടാക്കിയ ഭരണഘടന, ആ ഭരണഘടന നൽകുന്ന അവകാശമാണ് ഏത് മതവിശ്വാസം പ്രചരിപ്പിക്കാനും മറ്റുമുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യവും ഭരണഘടന നൽകുന്ന അവകാശമാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഛത്തീസ്ഗഡ് പോലെയുള്ള വളരെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനത്ത് പോയി വർഷങ്ങളായി പ്രവർത്തനങ്ങൾ നടത്തുന്ന, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കന്യാസ്ത്രീകളെയാണ് അറസ്റ്റ് ചെയ്ത് ഛത്തീസ്ഗഡ് പോലീസ് ജയിലിലടച്ചത്. ഭദ്രങ്കൽ നൽകിയ പരാതിയും അവർ നടത്തിയ പരസ്യ വിചാരണയും, ആൾക്കൂട്ട വിചാരണ, പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ആൾക്കൂട്ട വിചാരണ നടത്തിയാണ് കന്യാസ്ത്രീകളെ ജയിലിലടച്ചത്. അവർ ജോലിക്കായി ആശുപത്രികളിലും മറ്റും ജോലിക്കായി കൊണ്ടുപോയ 2 പെൺകുട്ടികൾ, ആ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് മതം മാറ്റാനാണെന്നും മനുഷ്യക്കടത്തിനാണെന്നും ആരോപിച്ച് മനുഷ്യക്കടത്തിൻ്റെ പേരിലും മതം മാറ്റ നിരോധന നിയമത്തിൻ്റെ പേരിലുമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ 2 നിയമങ്ങളും ഛത്തീസ്ഗഡിൽ വളരെ കർക്കശമായി BJP സർക്കാർ നടത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കീഴ്ക്കോടതികൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞു. കാരണം സെഷൻസ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് NIA കോടതിക്ക് ഈ ജാമ്യാപേക്ഷ കേൾക്കാൻ അധികാരമുള്ളൂ എന്നാണ്. എന്തായാലും ക്രിസ്മസിനും അതുപോലുള്ള വിശേഷ ദിവസങ്ങളിലും ക്രൈസ്തവരുടെ ഭവനങ്ങളിലേക്ക് കേക്കുമായി കടന്നു ചെല്ലുന്ന BJPക്കാർ ബിഷപ്പുമാർക്ക് വിരുന്നൊരുക്കുന്ന പ്രധാനമന്ത്രി മോദി, അപ്പോൾ അവർ കാണിക്കുന്ന ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹം കാപട്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. അപ്പോൾ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് എതിരെ പാർലമെൻറ്റിനകത്ത് വലിയ പ്രക്ഷോഭങ്ങളാണ് ഇന്നുണ്ടായത്. KC വേണുഗോപാലും സുരേഷ് കൊടിക്കുന്നിലും അടക്കമുള്ള നേതാക്കൾ ഈ വിഷയം ശൂന്യവേളയിൽ ഉന്നയിക്കുകയും അതിനൊന്നും ഫലപ്രദമായ ഒരു മറുപടി, ഒരു നിലപാട് വ്യക്തമാക്കാൻ കഴിയാതെയാണ് സർക്കാർ നിലപാട്. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം, അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും അവർക്ക് സംരക്ഷിക്കാനുള്ള അവകാശം, ഇതെല്ലാം ഭരണഘടന നൽകുന്നതാണ്. അപ്പോൾ മനുഷ്യാവകാശങ്ങൾക്കെതിരെ ഉള്ള ഈ നടപടി തീർച്ചയായും പുനരാലോചിക്കേണ്ടതാണ് BJP സർക്കാർ. ഇല്ലെങ്കിൽ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ന്യൂനപക്ഷങ്ങൾ നമ്മുടെ പൗരന്മാരല്ല, രാജ്യത്തെ പൗരന്മാരല്ല എന്ന വിധത്തിൽ ഇല്ലാത്ത കേസിൻ്റെ പേരിൽ, വ്യാജ കേസുകളുടെ പേരിൽ ഭദ്രങ്കലോ RSSO ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ തെളിവുകളില്ലാതെ അവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്യുന്നത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണ്. ഇതിനെതിരെ പ്രതിപക്ഷം മാത്രമല്ല, BJPയുടെ ഘടകകക്ഷികൾ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. മനുഷ്യാവകാശങ്ങൾ, മതസ്വാതന്ത്ര്യം, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ, അതെല്ലാം സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാവണം. ഇത് കാണുമ്പോൾ BJP സർക്കാർ പോകുന്നത് അടിയന്തരാവസ്ഥ പോലെയുള്ള ഒരു കാലത്തേക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും.